ഇവിടെ ഈ പെണ്ണിന്റെ ബോയ് ഫ്രണ്ട് അവൾക്ക് ഒരു ഗോൾഡ് ചെയിൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അവളും അത് എടുത്തു കൊണ്ടുപോയി അവളുടെ രണ്ടാമത്തെ ബോയ് ഫ്രണ്ടിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു ചെയിന് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കൊടുക്കാണ്. ഈ ഒരു ഗിഫ്റ്റ് വാങ്ങാൻ നിനക്ക് എവിടെ നിന്നാണ് ഇത്രയും പൈസ എന്നാ ബോയ് ഫ്രണ്ട് ചോദിക്കുമ്പോൾ അതെനിക്ക് സ്കൂൾ ഫീസ് കെട്ടാൻ വേണ്ടി അമ്മ തന്നതാ, അതെടുത്തിട്ടാണ് ഞാൻ നിനക്ക് ഗിഫ്റ്റ് വാങ്ങിയെന്ന് പറയാണ്. ഇത് കേട്ട് വിഷമം തോന്നിയ രണ്ടാമത്തെ ബോയ് ഫ്രണ്ട് അവൾക്ക് ഫീസ് അടയ്ക്കാനായിട്ട് ഒരുപാട് പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട്. അവളും സന്തോഷത്തോടുകൂടി അത് വാങ്ങാണ്. എന്നിട്ട് അവള് പിറ്റേ ദിവസം തന്നെ ഒരു മൊബൈൽ ഷോപ്പിൽ പോയി അവൾക്ക് വേണ്ട ഒരു മൊബൈല് പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ട്. അത് അവളുടെ ഫസ്റ്റ് ബോയ് ഫ്രണ്ടിനെ കാട്ടി അവന്റെ കയ്യിൽ നിന്നും കുറെ പൈസ വാങ്ങിക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ മാറ്റി മാറ്റി രണ്ടുപേരെയും അവള് പറ്റിച്ചോണ്ടേ ഇരിക്കുകയാണ്. ഫസ്റ്റ് ടൈമിലാണെന്ന് വെച്ചാല് ഇവളൊരു കടയിലേക്ക് ഷാമ്പു വാങ്ങാനായിട്ട് പോകുന്നുണ്ട്. ആ ഷാമ്പുവിന്റെ വില ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ അവൾ അത് വാങ്ങാതെ തിരിച്ചു വരാണ് ചെയ്തത്. ഇപ്പൊ അവളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ച് ആ ഒരു കടയിലേക്ക് പോയി ആ ഒരു ഷാമ്പു ബോട്ടിൽ തന്നെ പൈസ കൊടുത്ത് ഭയങ്കര അഭിമാനത്തോടു കൂടി അവള് വാങ്ങിയിട്ട് വരാണ്. അപ്പൊ അവളുടെ ഫസ്റ്റ് ബോയ് ഫ്രണ്ട് അവന്റെ വീട്ടിൽ നിന്ന് കുറച്ച് പൈസ കട്ടതിന് ശേഷം അവൾക്ക് സാരി എടുത്ത് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. ആ ഒരു ടൈമിലും ആ ഒരു കടയിൽ നിന്നുകൊണ്ട് തന്നെ അവളുടെ രണ്ടാമത്തെ ബോയ് ഫ്രണ്ടിന് വീഡിയോ കോൾ ചെയ്ത് ഈ സാരി എങ്ങനെയുണ്ടെന്നെല്ലാം അവൾ ചോദിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരെയും ഒരേ ടൈമിൽ നന്നായിട്ട് മാനേജ് ചെയ്ത് അവൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ഒന്നാമത്തെ കാമുകന് അവൾ അവനെ പറ്റിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാണ്. അതുകൊണ്ട് തന്നെ ആ രണ്ടാമത്തെ കാമുകനെയും വിളിച്ചു വരുത്തി അവർ രണ്ടുപേരും കൂടി സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ഒരു പ്ലാൻ ഇടുന്നുണ്ട്. ആ പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു സ്ഥലത്തേക്ക് ഈ പെണ്ണിനോട് ഒറ്റക്ക് വരാനായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരെയും കണ്ട് അവള് ഞെട്ടുന്നുണ്ടെങ്കിലും പിന്നെ അവള് എന്തെല്ലാം പറഞ്ഞ് പിടിച്ചു നിൽക്കാണ്. പക്ഷെ ദേഷ്യം വന്ന അവര് അവളെ കുറെ ഇട്ടടിച്ചതിന് ശേഷം ഇനിയും നിനക്ക് ഞങ്ങളെ പറ്റിക്കണോ എന്ന് ചോദിക്കുകയാണ്. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് പോണേ. എന്നാൽ മാത്രമേ വീണ്ടും ഇതുപോലത്തെ വീഡിയോസ് ഇടാൻ മോട്ടിവേഷൻ ആവുള്ളൂ.